ഒരു മാസത്തിൽ ഒന്ന് രണ്ട് തവണയെങ്കിലും നിങ്ങൾ ഓർക്കുന്ന ഒരു സിനിമയുണ്ടോ? എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സിനിമയുണ്ട്. സിനിമയുടെ പേര് എങ്കെയും എപ്പോഴും. ട്രെയിൻ ടിക്കറ്റ് മുന്നേ കൂട്ടി ബുക്ക് ചെയ്യുന്ന ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും ആശ്രയിക്കാറുള്ളത് തത്കാൽ ബുക്കിങ്ങിനാണ്. പക്ഷെ 2-3 മാസമായി എന്താണെന്നറിയില്ല, എപ്പോൾ തത്കാൽ ബുക്കിംഗ് നോക്കിയാലും ഒരു ബുക്കിംഗ് എറർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും, ടിക്കറ്റും കിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത ഓപ്ഷൻ TNSTC ബസ്സുകൾ. എങ്ങനെയായാലും ബസ് കയറി കഴിഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് ഓർമ്മ വരും. ഒരു ബസ് ആക്സിഡന്റ് ഇത്രയും ഭീകരമായി കാണിച്ചുള്ള മറ്റൊരു ഇന്ത്യൻ സിനിമ ഇല്ല. ഈ സിനിമ ഇറങ്ങിയത് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. VFX അന്ന് വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ടും ഈ സിനിമയുടെ ബഡ്ജറ്റ് വളരെ ലോ ആയതുകൊണ്ടും ഇത് ചിത്രീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് ഇതിന്റെ സംവിധായകനായ M. ശരവണൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ആ ഇന്റർവ്യൂ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിൽ ആർട്ടിസ്റ്റുകളെ അറിയിക്കാതെ ബസ്സിന്റെ സീറ്റിന്റെ ബോൾട്ടെല്ലാം അഴിച്ചു മാറ്റി ഡ്രൈവറിനെ കൊണ്ട് ബ്രേക്ക് അടിപ്പിച്ചതും, അതുപോലെ പോസ്റ്റ് ആക്സിഡന്റ് സീൻസിന് വേണ്ടി ആ ബസ് ഫുള്ളായി അടിച്ചു പൊളിച്ചു കളഞ്ഞതും. ഈ ആക്സിഡന്റ് സീനിന്റെ BTSും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ സിനിമയുടെ തിരക്കഥയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ബസ്സുകളുമായിട്ട് ഏതാണ്ട് 100 മേലെ യാത്രക്കാരുണ്ടായിട്ടുണ്ടാവും. അവരുടെ ഡയലോഗുകളിലൂടെ തന്നെ അവർക്കൊരു ബാക്ക് സ്റ്റോറിയും ഈ സിനിമയിൽ ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സംവിധായകൻ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള 2 ലവ് സ്റ്റോറികളാണ്. ഇതിൽ ഒരു ലവ് സ്റ്റോറി സക്സസ്സും ആവും, ഒന്ന് ഫെയിലിയറും ആവും. ഇത് കണ്ടിരുന്ന പ്രേക്ഷകനെ എന്തായാലും ഒന്ന് വിഷമിപ്പിക്കണമെന്ന ഒറ്റ ധാരണ കൊണ്ട് മാത്രമായിരിക്കും ഇതിൽ ജയ് ചെയ്ത നിഷ്കളങ്കനായ ചെറുപ്പക്കാരനെ സിനിമയിൽ ആക്സിഡന്റിൽ മരിക്കുന്നതായി കാണിച്ചത്. ഈ സിനിമ കണ്ടപ്പോൾ അതെനിക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയ ഒന്നായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അതിന് ചെറിയൊരു ആശ്വാസം തന്നത് വെങ്കട് പ്രഭുവാണ്. അദ്ദേഹം സൂര്യ വെച്ച് ചെയ്ത മാസ് എന്ന സിനിമയിൽ ഇതേ കതിരേശന്റെ ഒരു റീ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകൾ വെച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാമിയോ റോളും അതായിരുന്നു. സോ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. ഈ സിനിമയിൽ നിങ്ങളെ വളരെ ടച്ച് ചെയ്ത ഒരു സീൻ ഏതാണെന്നും കമന്റ് ചെയ്യുക. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ പുതിയ അറിവായിരുന്നു ഓരോ ട്രിപ്പിനും മുമ്പും TNSTC ബസ്സുകൾ കഴുകാറുണ്ട് എന്നുള്ളത്.